നമോ നാരായണായ. ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, അല്ലെ? ഭഗവാനെ വിശ്വസിക്കുന്നവരെ ഭഗവാൻ ഒരു കാലത്തും കൈവിടില്ല എന്നതാണ്. എത്ര വലിയ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, എത്ര വലിയ ദുഃഖങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, അതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു വഴി ഭഗവാൻ കാട്ടിത്തരും എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് കാട്ടിത്തരുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ചാണ്. ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിക്കാം, ഗുരുവായൂരപ്പൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഭഗവാന്റെ ഒരു സംരക്ഷണ കവചം നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഏതൊരാപത്തിലും ഏതൊരു ദുഃഖത്തിലും നിങ്ങളെ രക്ഷിക്കാൻ ഭഗവാന്റെ കൈകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട് എന്നാണ് പറയാറ്. പലപ്പോഴും നമ്മുടെ കൈവിട്ടു പോയി എന്ന് തോന്നുന്നിടത്ത് പോലും ഭഗവാന്റെ ഒരു കൈകൾ നമ്മെ വന്ന് രക്ഷിക്കും. അത്രമേൽ ഭക്തരെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗുരുവായൂരപ്പനെ അമ്മമാരൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത്. അമ്മമാരുടെ ഉണ്ണിക്കണ്ണനാണ് ഗുരുവായൂരപ്പൻ, അല്ലെ? എന്നിരുന്നാലും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇതിന്റെ കാരണം ആദ്യം തന്നെ ഒന്ന് പറയാം. ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് എപ്പോഴും സന്തോഷം മാത്രം ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു സന്തോഷത്തിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വില എത്രമാത്രമാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷത്തിൻ്റെ വില എത്രമാത്രം വലുതാണ് എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ കണ്ണുനീരുണ്ടാവുന്ന സമയത്താണ് ചിരിയുടെ മഹത്വം എത്രമാത്രം വലുതാണ് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. പരാജയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ വിജയത്തിന്റെ ശരിയായിട്ടുള്ള വില നമുക്ക് മനസ്സിലാവുകയുള്ളൂ, അല്ലെങ്കിൽ അത് എത്രമാത്രം വിലപ്പെട്ടതാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നടത്തുന്നത്. പല പരീക്ഷണങ്ങൾക്കും ഒടുവിൽ ഭഗവാനെ നമ്മൾ വിളിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ മുന്നിൽ തന്നെ പ്രത്യക്ഷപ്പെടും. അത് പല രൂപത്തിലായിരിക്കും എന്നതാണ്. ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും അനുഭവപ്പെടുന്ന ചില ലക്ഷണങ്ങളിൽ ഒന്നാണ്, അപകടങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പോലും അറിയാത്ത ആരോ ഒരാൾ നിങ്ങളെ രക്ഷിക്കുന്നത്. അത് ഒരു ആക്സിഡന്റ് ആയിക്കൊള്ളട്ടെ, വളരെ ചെറിയൊരു അപകടമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ പെട്ടുകിടക്കുകയാണ്, നിങ്ങൾക്ക് ഒരു പരിചയവുമില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും, ചിലപ്പോൾ പരിചയം ഉണ്ടാകാം, പക്ഷെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന് നിങ്ങൾക്കൊരു സഹായം കൈവരുന്നു എന്ന് കാണുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ അയച്ചതാണ്. അയാളെ ഭഗവാൻ തോന്നിച്ചതാണ് അയാൾക്ക് നിങ്ങളെ രക്ഷിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഭഗവാന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്ന് പറഞ്ഞു. എന്ത് അത്ഭുതങ്ങളാണ് ഭഗവാൻ സൃഷ്ടിക്കുന്നത്? പലപ്പോഴും ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. ഭഗവാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഉണ്ണിക്കണ്ണനാണ്. ഭഗവാന് കുസൃതി തരങ്ങൾ കൂടുതലാണ്. ആ കുസൃതി തരങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഭഗവാൻ ഒരല്പമൊക്കെ കാട്ടും. ആ കുസൃതി തരങ്ങൾ നമുക്ക് പലപ്പോഴും വേദനകൾ സമ്മാനിക്കാറുണ്ട്. എന്നാൽ ആ വേദനയ്ക്കൊടുവിൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ വലുത്, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇന്നൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ആ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത്. ഒരു പ്യൂണിൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പോയത്. അപ്പോൾ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ആ ജോലി വളരെ വലുതാണ്, അല്ലെങ്കിൽ അത് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ച ഒരു ജോലിയാണ്. ഭഗവാനെ ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ട്, കരഞ്ഞു വിളിച്ചുകൊണ്ട്, ഭഗവാനിലെല്ലാം സമർപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയത്. പക്ഷേ നിങ്ങൾക്ക് ആ ജോലി കിട്ടിയില്ല. ഭഗവാൻ നിങ്ങളെ പറ്റിച്ചു, അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളെ രക്ഷിച്ചില്ല, ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കില്ല എന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ടത്. പകരം അതിനേക്കാൾ നല്ലൊരു ജോലി, അതിനേക്കാൾ നല്ലതെന്തോ ഭഗവാൻ നിങ്ങൾക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അധികം വൈകാതെ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങൾ ആഗ്രഹിച്ചത് 1 രൂപയാണെങ്കിൽ 100 രൂപ നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരും. അതിനുള്ള പ്രയത്നം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഭഗവാനെ വിളിച്ചുകൊണ്ടേയിരിക്കണം.
പലപ്പോഴും ഞാൻ വിളിച്ചിട്ട് ഭഗവാൻ കണ്ണു തുറക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഒരു വിളി നിർത്തുകയല്ല വേണ്ടത്. വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കുക. ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. എപ്പോഴും ഭഗവാൻ ഭക്തർക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. ഭക്തരുടെ കാര്യങ്ങളാണ് എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഓരോരുത്തരുടെയും സമയം വരുന്ന സമയത്ത് ഭഗവാൻ നിങ്ങളുടെ നേർക്കും തിരിയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പലരും പറയുന്ന കാര്യമാണ്, ഞാൻ ഒരുപാട് വിളിച്ചു എന്നിട്ടും ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം ലഭിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ കാണുന്ന മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നല്ല ചന്ദനത്തിരിയുടെ സ്മെല്ല്, കളഭത്തിൻ്റെ സ്മെല്ല്. എന്നാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചന്ദനത്തിരി തെളിയിച്ചിട്ടില്ല, എന്നിട്ടും ദൈവികമായിട്ടുള്ള ഒരു സുഗന്ധം നിങ്ങളെ തേടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, ആ ഒരു വീട്ടിലുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സുഗന്ധം നിങ്ങളെ തേടിയെത്തുന്നത്. ഇനി അടുത്തതായിട്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ള വീടുകളിൽ, മണ്ണിൽ അങ്ങനെയുള്ള ആളുകൾ താമസിക്കുന്ന വീട്ടിൽ ഒരുപാട് തുളസി ചെടികൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഒരുപാട് തുളസി ചെടികൾ ഉണ്ടാവും, നന്നായിട്ട് പൂത്തുലഞ്ഞു നിൽക്കും. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു തുളസി തൈകളൊക്കെ താനെ കിളിർത്ത് വരും. ഇങ്ങനെയൊരു ലക്ഷണം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, തുളസി ചെടിയൊന്നും എല്ലാ മണ്ണിലും വളരില്ല. ചില വീടുകളിൽ നമുക്കറിയാം, നമ്മൾ എത്രയൊക്കെ കൊണ്ട് നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാലും ആ ചെടി വളർന്നു വരില്ല, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കരിഞ്ഞുണങ്ങി പോകുന്ന സാഹചര്യമൊക്കെ വരാറുണ്ട്. എന്നാൽ ഇങ്ങനെ ചില വീടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ തുളസി തൈകൾ ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള വീട്ടിൽ ഗുരുവായൂരപ്പനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള വീട്ടിൽ ഉറപ്പായിട്ടും ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്ത അല്ലെങ്കിൽ ഭക്തൻ ഉണ്ടായിരിക്കും എന്നത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്, അതായത് ഒരുപാട് തുളസി ചെടികൾ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരാളെങ്കിലും ഗുരുവായൂരപ്പൻ്റെ അതീവ ഭക്തയായിട്ടുള്ള അല്ലെ ഭക്തനായിട്ടുള്ള ഒരാളായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നമ്മളെല്ലാവരും ഭഗവാനെ വിശ്വസിക്കുന്നുണ്ട്, ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഭഗവാൻ ഒരിക്കലും നമ്മളെ കൈവിടില്ല എന്നുള്ള ഉറച്ച വിശ്വാസമാണ് നമ്മുടെ ഉള്ളിൽ വേണ്ടത്. ആ ഒരു വിശ്വാസം മാത്രം മതി നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ, ഏതൊരു പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ. ഇനി അടുത്തതായിട്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം സിദ്ധിച്ച അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ വസിക്കുന്ന ആളുകളിലുള്ള മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ആളുകളെ കുഞ്ഞു കുട്ടികൾ കാണുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ആകർഷിക്കപ്പെടും എന്നുള്ളതാണ്. ഒരു പരിചയവുമില്ലാത്ത ആളാണെങ്കിൽ കുട്ടികളാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ആളുകളെ കാണുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളൊന്ന് പുഞ്ചിരിക്കും, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഇണങ്ങും. ചില ആളുകളെ നമ്മൾ കാണാറുണ്ടല്ലേ, ചില ആളുകൾ എത്രയൊക്കെ പരിചയമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുഞ്ഞു കുട്ടികളെയൊക്കെ എടുക്കുന്ന സമയത്ത് കുട്ടികൾ കരയും. എന്നാൽ ചില ആളുകൾ ഒരു പരിചയവുമില്ല എന്ന് പറഞ്ഞാലും ഒന്ന് എടുക്കുമ്പോൾ കുഞ്ഞു കുട്ടികൾ ചിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം സിദ്ധിച്ച ആളുകളിലുള്ള പ്രത്യേകതയാണിത്. ഇനി അടുത്തതായിട്ട് ഗുരുവായൂരപ്പൻ വസിക്കുന്ന വീട്ടിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ലക്ഷണം എന്ന് പറയുന്നത്, ആ വീട്ടുപരിസരത്ത് എവിടെയും മഞ്ചാടി തയ്യോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിലും വല്ലപ്പോഴും ഒക്കെ നിങ്ങളുടെ വീട്ടുമുറ്റത്തു നിന്നും പറമ്പിൽ നിന്നും ഒക്കെ മഞ്ചാടി കുരുക്കൾ കിട്ടുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഒരു സാന്നിധ്യം അവിടെയുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ വരാം അല്ലെ. ചെടികളില്ല എന്നുണ്ടെങ്കിലും പക്ഷികളൊക്കെ കൊത്തിക്കൊണ്ടുവന്ന് നമ്മുടെ മണ്ണിലിടാം. അപ്പൊ കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനെയാണ് തോന്നാറ് അല്ലെ. നമ്മുടെ വീട്ടിന്റെ പരിസരത്തായിട്ടൊന്നും മഞ്ചാടി മരമില്ല, പക്ഷെ നമ്മുടെ വീടിന്റെ പറമ്പിൽ നിന്ന് വല്ലപ്പോഴും ഒക്കെ മഞ്ചാടി കുരുക്കൾ കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും പുണ്യമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഗുരുവായൂരപ്പന്റെ ഒരു സാന്നിധ്യമാണ് അത് കാട്ടിത്തരുന്നത്. പലരും പറയാറുണ്ട് അങ്ങനെ മഞ്ചാടിക്കുരുക്കള് പക്ഷികളൊക്കെ കടിച്ചുകൊണ്ടിടാറുണ്ട്. പക്ഷെ അത് ഒരു മണ്ണിലേക്ക് ഇടണം എന്നുണ്ടെങ്കിൽ, ആ ഒരു മണ്ണിൽ അത് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഒരു സാന്നിധ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ്. എത്രയോ പക്ഷികളുണ്ട്, എത്രയോ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ മണ്ണിൽ നമുക്കത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമുള്ളവരിൽ, അനുഗ്രഹം സിദ്ധിച്ച ആളുകളിൽ, അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ വസിക്കുന്ന വീടുകളിൽ കാണുന്ന ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളിൽ ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളെ ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്, നിങ്ങളോടൊപ്പം തന്നെ ഭഗവാൻ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഭഗവാനോടുള്ള ആ ഒരു നന്ദിയും കടപ്പാടും എന്നും മനസ്സിൽ സൂക്ഷിക്കുക. ഭഗവാനോടുള്ള നന്ദിയും കടപ്പാടും നമ്മൾ എങ്ങനെയാണ് കാണിക്കേണ്ടത്? പ്രാർത്ഥനയിലൂടെയാണ് അല്ലെ.
നാമങ്ങൾ ജപിക്കുക, ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക. ഭഗവാൻ കൈവിടാതെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.